സനോനത്തോ സഹർവരങ്കരവാപയ തേജസ്നാവതീതമസ്വമാവിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ സ്പോൺസർ ശുഭാക്കുടക്കാട് ചേർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. നീതിസാരം ആണ് പറയുന്നത്. പക്ഷീണാം ബലമാകാശം മത്സ്യാനാം മുദകം ബലം. പക്ഷികൾക്ക് ആകാശത്തിലാണ് ബലം. മറ്റേ ഇരിക്കുന്നിടത്ത് പക്ഷികൾ വേട്ടയാടപ്പെടുന്നുണ്ട്. മത്സ്യാനാം മുദകം ബലം. ജലത്തിലാണ് മത്സ്യത്തിന് രക്ഷപ്പെടാനുള്ള അധികം. ജലത്തിൽ നിന്ന് വെളിയിലിട്ട് കഴിഞ്ഞാൽ അത് മരിക്കുന്നതുകൊണ്ട്. ദുർബലസ്യ ബലം രാജ. ബലമില്ലാത്തവന് ബലവാനായിട്ടുള്ള കൂട്ടുകെട്ട്, രാജാവായിട്ടുള്ള കൂട്ടുകെട്ട്, വലിയ മന്ത്രിമാരായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടായിരിക്കും ബലം. ബാലാൻ ക്രോധം ബലം. കുട്ടികൾക്ക് കരഞ്ഞിട്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നത് ചെറിയ കുട്ടികളാകുന്ന സമയത്ത്. വിവാദശീല സ്വയമർത്ഥ ചോരിണി. വിവാദശീലം ഏത് എടുത്തു കഴിഞ്ഞാലും അതിൽ വിരുദ്ധാർത്ഥം പറയുന്നത്. സ്വയമർത്ഥ ചോരിണി, താൻ തൻ്റെ പൈസ തന്നെ വെക്കുന്നത്. സ്വയമർത്ഥ ചോരിണി. പരാനുകൂല, മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. സ്വന്തം കുലത്തിനോ കുടുംബത്തിനോ അല്ലാതെ മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. പതിദോഷ ഭാഷിണി, പുരുഷനെ എതിരായിട്ട് സംസാരിക്കുന്നത്. പതിയെ പറ്റി കുറ്റം പറയുന്നത്. അഗ്രാശിനിയും അന്യഗൃഹപ്രവേശിനിയും. ഭക്ഷണം കുടുംബത്തിന് വേണ്ടിയാക്കി താൻ ആദ്യം എടുത്ത് കഴിക്കുന്നത്. അഗ്രാശിനിയും അന്യഗൃഹപ്രവേശിനിയും, മറ്റവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ഭാര്യ തെജേ പുത്രശതപ്രസൂതിക. അങ്ങനെയുള്ള ഭാര്യ 10 വിളറ പെറ്റിട്ടുണ്ടെങ്കിലും ഉപേക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നാണ് ശ്ലോകത്തിനർത്ഥം. കാര്യേഷു മന്ത്രി കരണേഷു ദാസി. ഒരു ഗൃഹം എങ്ങനെയാണെന്ന് ശോഭയായിട്ടുണ്ടാവല്ലേ. കാര്യേഷു മന്ത്രി എങ്ങനെയാണെന്ന് രാജാവിന് ഒരു മുഖ്യമായ മന്ത്രി എല്ലാ കാര്യങ്ങളും രാജ്യത്തെ മുന്നേ കൊണ്ടുവരാൻ കാരണമാവുന്നു. അതുപോലെ ഗൃഹത്തിൽ ചുറുചുറുപ്പായ ഒരു ഗൃഹിണി മാത്രമേ ആ ഗൃഹത്തെ മുന്നേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാര്യേഷു മന്ത്രി കരണേഷു ദാസി. പുരുഷൻ്റെ ഇന്ദ്രിയ സുഖത്തിന് ദാസിയായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ തനക്കും അതേ ആ ദാസത്വം സിദ്ധിക്കുന്നില്ലതുകൊണ്ടാണ് ദാസിയാവാൻ പറയുന്നത്. അല്ലാതെ ആർക്കും ദാസിയല്ല, അർദ്ധാംഗീകാരമാണ്. ഒരു സ്ത്രീ ഒരു പുരുഷന് പകുതിയാണ്, ആ പുരുഷനും ആ സ്ത്രീയെ പകുതിയാണ്. ഒരാളെ മുന്നേറാനും പറ്റില്ല, ഒരാളെ താക്കാനും പറ്റില്ല. ഇല്ലാന്ന അവസ്ഥ. രൂപേഷ് ലക്ഷ്മി. അഴകുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷം അത് ഐശ്വര്യപ്രദമാണ്, സന്തോഷപ്രദമാണ്. മറ്റുള്ളവർക്ക് അതിലൊരു ഒരു മര്യാദ ഉണ്ടാവും. ക്ഷമയാധരിത്വം. അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാൽ വേണ്ടത് നാലാൾക്കാർ പറയുന്ന സമയത്ത്, പൊന്തിക്കുന്ന സമയത്ത് പൊന്തുന്നതിന് പകരം പൊറുമയുണ്ടാവണം. പൊറുമ എന്ന് പറഞ്ഞാൽ ഒരു ഏതിനെയും ഉൾക്കൊണ്ട് അതിനെ വിവേകത്തോട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും തൻ്റെ ഇടം. സ്ത്രീകൾക്കുണ്ട്. സ്ത്രീനാം അശിക്ഷിത പഠിപ്പും അമാനുഷികവും കളിയാസം പറഞ്ഞു. സ്ത്രീകൾ പഠിപ്പിക്കാണ്ട് പഠിക്കാനുള്ള സാമർത്ഥ്യമുണ്ട്. പെട്ടെന്നുള്ള കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാമർത്ഥ്യം അവർക്ക് ദൈവം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്നേഹേഷു മാതാ ശയനേഷു വേശ്യ. സ്നേഹത്തിൽ അമ്മാവെ പോലെ ഉണ്ടാവണം. ശയനേഷു വേശ്യ. വേശ്യ എങ്ങനെയാണോ സുഖത്തെ കൊടുക്കുന്നത് അതുപോലെ പുരുഷന് സുഖത്തെ കൊടുക്കണം. അപ്പോൾ പുരുഷനിൽ നിന്ന് അത് ഉപേക്ഷിക്കാവുന്നതാണ്. ഷഡ്കർമ്മനാരി കുലധർമ്മ. ഈ 6 കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുലത്തിൻ്റെ ധർമ്മപത്നിയായി മാറിയത്. സ്നാതമശ്വം ഗജം മത്തം. കുളിച്ച കുതിര, മത്ത് പിടിച്ചതായ ആന. ഋഷഭം കാമമോഹിതം. വിത്തുകാള, കാമമോഹിതനായിട്ടുള്ള വിത്തുകാള. ശൂദ്രം അക്ഷര സംയുക്തം. ശൂദ്രനായിട്ടുള്ളതിന് വിദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര സംയുക്തം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്. അക്ഷരബ്രഹ്മം, അക്ഷരവിദ്യക്ഷരം. അചഞ്ചലമായ ഒരു വിദ്യ
ഒരു സാധാരണ മനുഷ്യനുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധാരണഗതിയല്ല അവൻ്റെത്. ലോകാതീതമായ വിഷയങ്ങൾ കഴിയുന്ന ഒരു പുരുഷനാണ്. അത് പറയുന്നുണ്ട്, വിദ്യ കുലഹീനേ സരസ്വതി. കുലഹീനത്തിൽ കൂടെ സരസ്വതി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, കുലമെല്ലാം കുറവായാലും. അപ്പോൾ വിദ്യ ആരടിക്ക് ഉണ്ടാവും, എന്തുകൊണ്ടുണ്ടാവും? പൂർവ്വജന്മ ഒരു കലർവയാണ്. ലഗ്നത്തിൻ്റെ വിശേഷത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ പുഷ്ടിയാദികൾ കാണുന്നത് പോലെ ജന്മത്തിൽ പൂർവ്വജന്മ അബ്ജ സുഖദുഃഖാദികളാൽ നമുക്ക് ഈ ശരീരം, അതുപോലെയാണ് നമ്മളുടെ വിദ്യയും, അതുപോലെയാണ് കലാവാസനകളും, അതുപോലെയാണ് എല്ലാം. അപ്പോൾ ശൂദ്രം അക്ഷരസംയുക്തം. ഒരു വിദ്യാവാനായി കഴിഞ്ഞാൽ ഇരുട്ടില്ലാത്ത വിദ്യ, അത് അക്ഷരവിദ്യ, ആത്മവിദ്യ, അത് പരിപൂർണമായതാണ്. അങ്ങനെയുള്ളൊരു വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഇന്നൊരു ജാതിയും പറയാൻ പറ്റില്ല. മുക്കുവൻ്റെ സ്ത്രീയാണെങ്കിലും വ്യാസാചാര്യരുടെ പാണ്ഡിത്യം അതേപോലെ പ്രസിദ്ധമാണ്, താങ്കളുടെ ആയ ഒരു പാണ്ഡിത്യം. അപ്പോൾ പഞ്ചാഗ്നി വിദ്യയിൽ തന്നെ എല്ലാവരും ജനിക്കണമെന്നില്ല, രഹസ്യ യോഗത്തിനാൽ തന്നെ കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. പഞ്ചാഗ്നി ഇല്ലാണ്ടും ഉണ്ടാവുന്ന പഞ്ചാഗ്നി വിദ്യ പറയുന്നതായ ചാന്തോക്യാദികളിലും പറയുന്നുണ്ട്, ബ്രഹ്മസൂത്രം. അപ്പോൾ സ്നാതമശ്വം ഗജം മത്തം വൃഷഭം കാമമോഹിതം അക്ഷരസംയുക്തനായി കഴിഞ്ഞാൽ ശൂദ്രനായാലും, ശൂദ്രഹ നിൽക്കുന്നത് ഇവിടെ ചാന്തോക്യോപനിഷത്ത് പറയുന്ന സമയത്ത് രാജാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യയില്ലാത്ത ഒരു നില, അതായത് അഭാസ്യമായൊരു നില എന്ന് വേണം കരുതാം. പക്ഷേ വർണ്ണത്തയുടെ ഉദ്ദേശമല്ല. ശൂദ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്ന ആളെടുത്ത് വലിയ വിദ്യ ഉണ്ടാവാം എന്നും അവിടെ ഒരു സാരമുണ്ട്. അപ്പോൾ ശൂദ്രം അക്ഷരസംയുക്തനായിട്ടുള്ളായ ഒരു സാധാരണ മനുഷ്യനായിരുന്നാൽ ദൂരതപരിവർജ്ജയ, അവനാ ദൂരം തന്നെ, അതായത് അഗ്നിയെ നമ്മ കെട്ടിപ്പിടിച്ചാലും ശരി, ചണ്ടയ്ക്ക് പോയാലും ശരി, നമുക്കാന്ന് കെടുത്തില്ല. മുള്ള് മരത്തിൻ്റെ മുകളിൽ വീണാൽ, വാഴയുടെ മുകളിൽ വീണാൽ, മുള്ളിൻ്റെ മുകളിൽ വീണാൽ വാഴക്ക് കേട്ടുന്നില്ലത് പോലെ അക്ഷരബ്രഹ്മം എന്നുള്ളത് ബ്രഹ്മവിദ്യയാണ്. ആ ബ്രഹ്മവിദ്യ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ ഉള്ളവനൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രാമാണ്യഭാഗത്തിലും മുനീനാഭ്യുഗത്തി പ്രത്യവായം അന്യദേവ സമാധിതരെയാണ്. മുനികൾക്ക് പ്രത്യവായം എന്ന് പറയുന്നത് ഇല്ല. ഇങ്ങനെയാണ് ഈ നമ്മുടെ വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വർണ്ണവ്യവസ്ഥയ്ക്ക് മേലെയാണ് മനനശീലനായ ഒരു ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നതായ വിദ്യാവാൻ്റെ. അതുകൊണ്ട് അവന് ജാതി വ്യവസ്ഥയെ അവനെ കണക്കാക്കാനേ ഇല്ല. ജാതിക്കോ മതത്തിനോ ഉൾപ്പെട്ടതേ അല്ല ആത്മവിദ്യ എന്നുള്ളത്. അതുകൊണ്ട് അക്ഷരബ്രഹ്മവിദ്യ അറിയുന്നവനാണ്. വളരെ ദൂരത്തിലിരുന്ന് തന്നെ നമ്മൾ സേവിക്കേണ്ടതാണ്. പരിവർജനം பண்ணണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കണം എന്നൊരർത്ഥമുണ്ടെങ്കിലും എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ആദരിക്കണം എന്നാണ് ഇതിനൊരു അർത്ഥം. ഏകദാ ദശദാ ജൈവ ശതധാജ സഹസ്രത. ഇപ്പം ഈ അക്ഷരവിദ്യ അറിഞ്ഞവനെ ആദരിക്കണം എന്നതിനാണ് വേറൊരു തെളിവാണ് പറയുന്നത്. അതായത് ഏകദാ ദശദാ ജൈവ, അർജുനൻ വാണെടുക്കുന്ന സമയത്ത് ഒരു വാണം, അത് വലിക്കുന്ന സമയത്ത് അത് 10, വിടുമ്പോൾ 100, അത് കൊള്ളുമ്പോൾ അത് ശരവർഷം, ആയിരക്കണക്കിന്. ഏകദാ ദശദാ ജൈവ സഹസ്രത രണേ പാർത്ഥ ശരോ വൃഷ്ടിയ ദാനം ബ്രഹ്മവിധേയ. അക്ഷരബ്രഹ്മവിത്തായിട്ടുള്ളവനും ശരി, ബ്രഹ്മവിത്തായിട്ടുള്ളവനും ശരി, സത്യജ്ഞാനിയായിട്ടുള്ളവനും ശരി, സത്യജ്ഞാനാനന്ദ സ്വരൂപിയായിട്ടുള്ളവനും ശരി, എല്ലാം തത്വം ബ്രഹ്മ യാഥാർത്ഥ്യങ്ങളുണ്ട്. തത്വവിത്തിന് കൊടുത്താലും ശരി, ബ്രഹ്മവിത്തിന് കൊടുത്താലും ശരി, ആത്മവിത്തിന് കൊടുത്താലും ശരി, പരമാത്മജ്ഞാനിക്ക് കൊടുത്താലും ശരി, യോഗികൾക്ക് കൊടുത്താലും ശരി എന്ന് ഈ അക്ഷരജ്ഞാനിക്ക് ഇങ്ങനെ പല അർത്ഥം. അക്ഷരജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യം എന്നതിന് ഇതിനൊരർത്ഥം, തത്വാർത്ഥി എന്നുള്ളൊരർത്ഥം. ക്ലിയർ മൈൻഡ്, അത് അമനീഭാവം പ്രാപിക്കുന്ന മനസ്സുള്ളവൻ. അത് ബാഹ്യേന്ദ്രിയത്തിനെ അടക്കി ആന്തരേന്ദ്രിയത്തിൽ പരമാത്മാവോട് ലയിക്കാൻ ശക്തികളായ യോഗമുള്ളവൻ. അത് യോഗം തന്നെ സവിശേഷജ്ഞാനം നിർവിശേഷജ്ഞാനം എന്ന് പറഞ്ഞിട്ട്
കല്ല് വെള്ളത്തിലിട്ടാൽ താവുന്ന പോലെ, പിന്നെ തിരിച്ചു വരാത്ത വരണ്ട് മരക്കട്ട താക്കുന്ന പോലെ താഴ്ത്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും മേലോട്ട് വരുന്ന പോലെ യുക്തനും യുഞ്ചാനെന്ന് രണ്ട് തരത്തിലുണ്ട്. അതിൽ യുക്തന് സർവ്വതാഭാനമുള്ളതുകൊണ്ട് കല്ലിടുന്ന പോലെ പോകും. യുഞ്ചാനെ കൊണ്ടാണ് നമുക്ക് ആൾക്കാർക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു യുക്തനായാലും യുക്തനെ ഇവിടെ യുഞ്ചാൻ യോഗ സംബന്ധത്തെ ആലോചിച്ച് ശ്രവണമെന്ന നിധിധ്യാസനത്തിലൂടെ അറിയേണ്ടവനായതുകൊണ്ട് അവനെ നമ്മൾ ആദരിക്കുന്നതിൽ നമുക്ക് ഒരു രൂപ കൊടുക്കുന്നത് 1000 രൂപക്ക് മേലെ ഫലം കിട്ടുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏകദാ ശതധാ ചൈവ ഏകദാ ദശദാ ചൈവ ശതദാ സഹസ്രദാ രണേ പാർത്ത ശരോവൃഷ്ടിയ ദാനം ബ്രഹ്മവിധേയഥോ അശ്വപ്രയാണം ബുധഗർജിതം ച. ഇപ്പോൾ കുതിര വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ അതെങ്ങനെ പോകുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബുധഗർജിതം ച, അത് ഞാൻ പറഞ്ഞു. അക്ഷരബ്രഹ്മവിദ്യായിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ, അതായത് സന്യാസിയുടെ ബ്രാഹ്മണ പരിവ്രാജക ന്യായത്തിനാൽ സന്യാസിയും ബ്രാഹ്മണനും ഒന്നായതുകൊണ്ട്, ആത്മവിദ്യ ആയതുകൊണ്ട്, തത്വദർശി ആയതുകൊണ്ട്, ഫിലോസഫർ ആയതുകൊണ്ട്, ഓൾ ദ സഫർ ഫില്ലിങ്, എല്ലാ കഷ്ടത്തെയും ഫില്ല് ചെയ്യാൻ കഴിവുള്ളായ ബുദ്ധിജ്ഞാനമില്ല, അനർത്ഥാന്തരമില്ല, അർത്ഥാന്തരജ്ഞാനം ഇല്ലാതായ അനന്യജ്ഞാനമുള്ളതായ ഒരു തത്വവിത്തിനെ അവൻ പറയുന്നത് ബുധഗർജിതം. അവൻ വിധിയാന്ന് പറയുന്നത് അവൻ്റെ വാക്യത്തെ അനുസരിക്കേണ്ടത് നമ്മളെ നിർബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടമില്ലാണ്ടിരിക്കണമെങ്കിൽ, നമ്മൾ സുഖമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗർജനത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇത് ചാന്തോക്യോപനിഷത്ത് വാക്യമാണ്, ബൃഹദാരണ്യോപനിഷത്ത് വാക്യമാണ്, വേദാന്ത വിഷയമാണ്. ഇത് അത്യന്തം ഉപയുക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ചെയ്യുന്നതായ ദാനം, അവന് കൊടുക്കുന്നതായ വിഷയം, ദാനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അത് കഷ്ടപ്പെടുന്നവന് ദാനം കൊടുത്താൽ അവന് ജയിക്കാൻ പറ്റും, കഷ്ടപ്പെടാത്തവന് ദാനം കൊടുത്താൽ അവനെ ജയിക്കാനാവില്ല. പണത്തിന് ബുദ്ധിമുട്ടില്ലാത്തവന് പണം കൊടുത്തതുകൊണ്ട് അവൻ തൃപ്തനാവണമെന്നില്ല. പക്ഷേ പണത്തിന് ബുദ്ധിമുട്ടുള്ളവനെ ദാനം കൊടുത്ത് സന്തോഷപ്പെടുത്താൻ പറ്റും. അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അശ്വപ്രയാണം ബുധഗർജിതം ച, കുതിര പോകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബുധഗർജനം. ബുദ്ധിമാനായ ആത്മവിദ്യയിലായ അക്ഷരവിത്തായത്തിനായ സന്യാസിയായ വിത്തേഷണ പുത്രേഷണാദി ആരേഷണാദികൾ വിട്ടിരിക്കുന്നതായ ഒരു സന്യാസിയുടെ ആയ ഒരു ഗർജനം സാധാരണ മനുഷ്യൻ പറയുന്നതായിട്ട് തോന്നും ചിലർക്ക്, മഹാന്കൾ പറയുന്നതായിട്ട് തോന്നും ചിലർക്ക്, മുക്തദശയിലിരിക്കുന്ന യോഗികൾ പറയുന്നതായിട്ട് ബുദ്ധിമാന്കൾക്ക് ആത്മജ്ഞാന ഉപദേശം കുറച്ചെങ്കിലും ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ബുധൻ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഗർജനമാണ്. അതൊരു വിധിവാക്യമാണ്, അത് നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. സ്ത്രീണാഞ്ച ചിത്തം പുരുഷസ്യ ഭാഗ്യം. സ്ത്രീകളുടെ ചഞ്ചലമായ മനസ്സാണ് അവരെ ദുർബല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ അനുസരിച്ച് ജീവിച്ച അവർക്ക്, അതായത് സൂക്ഷ്മമായ ദീർഘബുദ്ധി സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ സ്ത്രീണാന്ത ചിത്തം, സ്ത്രീകളുടെ ചിത്തത്തെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർക്ക് നൂതന ബുദ്ധികൾ വരുന്നതുകൊണ്ട് അവർക്ക് ഒരു ദീർഘമായ ഒരു ചിന്ത, ഒരു സ്ഥിരമായ ഒരു കാര്യങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് ആ പുരുഷൻ്റെ അസ്തമന രാശി എന്ന് പറയും ജ്യോതിശാസ്ത്രത്തിൽ കൂടെ ഉള്ളത് കല്യാണം കഴിച്ച് ഒരു താമരം എന്നുള്ളതുകൊണ്ട് രണ്ടുപേരും ചേർന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്ത്രീക്ക് പ്രകൃതിശക്തി എന്നും പുരുഷന് പ്രകൃതിശക്തി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചേർന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ജീവിതം സുഖമായിട്ട് പോകുന്ന അതിനാണ് സ്ത്രീണ പുരുഷസ്യ ഭാഗ്യം. അപ്പോൾ സ്ത്രീകളുടെ ആ ചിത്തം പുരുഷൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്, പുരുഷൻ്റെ ഭാഗ്യം തന്നെയാണ് സ്ത്രീയുടെ ഭാഗ്യം, സ്ത്രീയുടെ ഭാഗ്യം തന്നെയാണ് പുരുഷൻ്റെ ഭാഗ്യം. അപ്പോൾ സ്ത്രീകളുടെ ചിത്തം പറയാൻ പറ്റാത്തതിന് അവർ അനുഭവിക്കുന്നതായ ക്ലേശങ്ങളാണ്. അതിനെ പരിഹരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അന്യോന്യ മനസ്താപങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രായശ്ചിത്തങ്ങൾ കുറക്കാൻ പറ്റും. ഈ മനസ്താപങ്ങളാണ് നമ്മൾ ദുരിതമായിട്ട് അനുഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദാനധർമാദികൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പുരുഷസ്യ ഭാഗ്യം അവർഷണം ച പ്രതിവർഷണം ച, മഴ പെയ്യാണ്ടിരിക്കുന്നതും മഴ അധികം പെയ്യുന്നതും എല്ലാം മനുഷ്യൻ്റെ ശക്തി എവിടെ, അധികം ശക്തിയല്ല ദേവതകൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. തത് ദേവാനാം ജ്യോതി ആയുരോവാസതേ അമൃതം, തത് ജ്യോതിഷാം ജ്യോതി, സൂര്യേന്ദ്രാദി ജ്യോതിസ്ക്കും ജ്യോതിസായിട്ടില്ലായ തദ്ദേവ
ദേവാനാം ആയുഹോപാസതേ അമൃതം. ആയുസ്സോ മരണമറ്റ ആയുസ്സിനെ ഉപാസന ചെയ്യുന്നവർ ഈ ദേവതകൾ അവർ മോക്ഷനില അടയാൻ, പരമാത്മാവിനെ അടയാൻ വേണ്ടി. അങ്ങനെ ഉള്ളായ മഹാദേവതകൾക്ക് കൂടെ എപ്പോൾ മഴ പെയ്യും, എവിടെ അധികം പെയ്യും, എവിടെ കുറച്ച് പെയ്യും എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ ചിത്തം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കുതിര എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഒരു അക്ഷരബ്രഹ്മിയായിരിക്കുന്ന, മഹായോഗിയായിരിക്കുന്ന, ഒരു സന്യാസിയായിരിക്കുന്ന, ഒരു ബ്രാഹ്മണനായിരിക്കുന്ന, ഒരു തത്വജ്ഞനായിരിക്കുന്നവൻ എന്തെന്ന് പറയുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. അവൻ ആത്മബുദ്ധിയുള്ളതുകൊണ്ട്, ഈ ദേവതകൾക്ക് മേലായിട്ടുള്ളവരായതുകൊണ്ട്, ആത്മവിദ്യ ഉപദേശിക്കുന്നവരായതുകൊണ്ട്, ആത്മബുദ്ധിയെ സ്ഥിരബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർക്കും പറയാൻ പറ്റുന്നില്ല എന്നതാണ് ഈ അവിദ്യയുടെ ഗതിയും ഒരർത്ഥം. സ്ത്രീണാന്റെ ചിത്തം, സ്ത്രീകളുടെ ചിത്തവും അശ്വത്തിൻ്റെ പോക്കും ബുദ്ധന്മാരുടെ ഗർജനവും സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടുന്നില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മഴ പെയ്യുന്നത് എവിടെയാണെന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ദേവതകൾക്ക് തന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്താ പറയാനായിട്ട് തോന്നുന്നത്? ലക്ഷ്മി ലക്ഷണഹീനേ ച കുലഹീനേ സരസ്വതി. ലക്ഷ്മിയെ ഐശ്വര്യം എവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ലക്ഷണമില്ലാത്തവൻ്റെ അടുക്കും ഇരിക്കും. അംഗവൈകല്യമുള്ളവരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവാം. അതേപോലെ കുള്ളനായിട്ടുള്ളവരുടെ അനേക പൈസ ഉണ്ടാവാം. ചില യോഗ്യത ആയിരിക്കും കാണാൻ, പൈസ ഒന്നും ഉണ്ടാവില്ല. ഇത് സാമാന്യന ഇങ്ങനെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. രൂപയൗവനാധിക സംയുക്തനായിട്ടുള്ള ആൾ ധനികനായിരിക്കും ഉണ്ടാവുന്ന സാമാന്യ നിയമം ജ്യോതിശാസ്ത്രാദികളിൽ. പക്ഷേ വിരുദ്ധമായിട്ട് ചിലയിടത്തിൽ കാണാം. ധർമാധർമ്മത്തിൻ്റെ പരിപക്വമായ നിലയാണ്. നമ്മൾ ഒരു ഉപ്പിലിട്ടാക്കുന്ന സമയത്ത് ഒരു ഉപ്പതി കിട്ടിയെങ്കിൽ അത് അധികം മുഴച്ചു നിൽക്കുന്നത് പോലെ ധർമാധർമ്മം പൂർവ്വം ചെയ്തത് അതാണ് നമ്മൾ അനുഭവിക്കുന്നത്, അനുഭവത്തിൽ കാണുന്നത്. ലക്ഷ്മിയെ ലക്ഷണഹീനേ ച കുലഹീനേ സരസ്വതി. സരസ്വതി ഇന്ന കുലത്തിൽ തന്നെ ഉണ്ടാവണം, സരസ്വതി വിദ്യ ഇന്ന കുലത്തിൽ തന്നെ ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല. കുലം കുറവായിട്ടുള്ളവരുടെ അടുത്തും ഉണ്ടാവാം. എന്തുകൊണ്ട്? ഓരോ കുലം ഓരോ മുനീൻ്റെതാണ്, ഓരോ മന്നശീലനായിരിക്കുന്ന പെരിയ പെരിയ യോഗികളോടാണ്. അപ്പോൾ കുലം ഒന്നുകൊണ്ട് ഹീനെന്ന് നമ്മൾ സാധാരണ ബുദ്ധിയിൽ കാണാം. പക്ഷെ അതൊന്നും ഒരു ഹീനകുലമെന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പറ്റില്ല. എന്നാലും ഹീനെന്ന് 4 പേര് പറയുന്നുണ്ടെങ്കിൽ ആ ഹീനത്തിൽ സരസ്വതിക്കാൻ കാരണം മുനികളുടെയാണ് കുലാണത്. അതുകൊണ്ടത് ഹീനമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. സരസ്വതി ഉണ്ട് പറയുന്നത് ഹീനമായ കുലത്തിൽ നമുക്ക് തോന്നുന്നതാണ്. ആ തോറ്റത്തിനനുസരിച്ച് സുഭാഷിതം പറയുന്നതാണ്. അപാത്രേ ലഭതേ നാരി. നല്ല സ്ത്രീകളാ. ആ സ്ത്രീകളെ മനസ്സിലാക്കാൻ കഴിയാത്ത പുരുഷന്മാരുടെ കിട്ടുന്നു ഒരർത്ഥം. അപാത്രേ പാത്രം എന്ന വ്യക്തിവിശേഷം ഒരർത്ഥം. ലഭതേ നാരി. അപ്പോൾ അപാത്രേ ലഭതേ നാരി. പാത്രമല്ലാതെ അവർക്ക് സ്ത്രീകളെ കിട്ടാം, പാത്രമായവർക്കും സ്ത്രീകളെ കിട്ടാം. മേഘവർഷാന്തോ പർവ്വത. മഴ പെയ്യുന്നത് പർവ്വതത്തിൽ നിന്നത് പോലെ എവിടെ മഴ വേണോ അവിടെ തന്നെ മഴ കിട്ടണമെന്നില്ല. അതുപോലെ ലക്ഷണഹീനന്മാരായിരിക്കുന്നിടത്ത് ധനം ഉണ്ടാവാം. അതുകൊണ്ട് ലക്ഷണം ഉള്ളവർക്ക് പണം ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥമില്ല. ലക്ഷണം ഉള്ളവരെടുക്കും പണം ഉണ്ടാവാം, ലക്ഷണം ഇല്ലാത്തവരെടുക്കും പണം ഉണ്ടാവാം. സാമാന്യമായിട്ട് ഇനി കാണാമെന്നുള്ളതാണ് സുഭാഷിതത്തിൽ പറയുന്നത്. ലക്ഷണഹീനന്മാരായിട്ടുള്ള പണവും കുലഹീനന്മാരായിട്ടുള്ള സരസ്വതി. കുലഹീനത ആർക്കും പറയാൻ പാടില്ലെങ്കിൽ ലോകത്ത് ദൃഷ്ടിയാണ്. ലക്ഷണമില്ലാത്തവനടുത്ത് പൈസ ഉണ്ട് നമുക്ക് തോന്നാം. ലക്ഷണഹീനന്മാർ അവരുടെ പൂർവ്വജന്മ സുഹൃത്തുക്കളൊന്നും നമുക്കറിയില്ല, അവരുടെ കുലപരമ്പര നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നാമെന്ന് ഏതെന്ന് മായികമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വാസ്തവത്തെ അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ട് അപാത്രേ ലഭതേ നാരി. നല്ല പാത്രത്തിൽ കിട്ടാനുള്ള യോഗ ആ നാരിക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ നരനി നല്ല നാരിനെ കിട്ടാനുള്ള യോഗം ഉണ്ടായതായിരിക്കും എന്നാണ് ജ്യോതിശാസ്ത്ര സംബന്ധം അതിനെയാണ് കാണിക്കുന്നത്. മേഘവർഷന്ത് പർവ്വതേ. എങ്ങനെയാണോ മഴ നിൽക്കുന്നത് പർവ്വതത്തിൽ കിട്ടുന്നോ അതുപോലെ അത് പർവ്വതത്തിൽ നിന്നോ സമുദ്രത്തിൽ നിന്നോ ഏടാണെന്ന് നിശ്ചയിച്ച് പറയാൻ പറ്റില്ലയോ അതുപോലെയാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സന്തുഷ്ടോ ദ്വിജോ നഷ്ട അസന്തുഷ്ട മഹീപതി. ബ്രാഹ്മണൻ സന്തുഷ്ടനായാൽ ബ്രാഹ്മണ്യം പോയി. സന്തോഷമില്ലെങ്കിൽ അസന്തുഷ്ടോ ദ്വിജോ നഷ്ട സന്തുഷ്ട. രാജ്യം നന്നായിട്ടുണ്ട് എന്ന് സന്തോഷപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വളർച്ച പോകും. അതുകൊണ്ട് രാജാവ് അങ്ങനെ സന്തോഷപ്പെടാൻ പറ്റില്ല. മേലും മേലും വൃദ്ധിക്ക് എന്താ വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കണം. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വേണമെന്ന് വിദ്യ മാത്രം വിചാരിക്കാം.
വിദ്യയിൽ ആഴമായ ജ്ഞാനത്തെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ വിദ്യ മതിയെന്ന് ആഗ്രഹിക്കാൻ പാടില്ല, മറ്റെല്ലാം മതിയെന്ന് ആഗ്രഹിക്കുക ബ്രാഹ്മണന്. അസന്തുഷ്ടോ ദ്വിജോ നഷ്ട സന്തുഷ്ട സമഹീതം. രാജ്യം നന്നായിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അത് ഇന്നത്തെ നിലയല്ല നാളേക്ക്. അന്നേരം നാളേക്ക് വേണ്ടുന്നത് വിത്തം ധനം നില സമ്പാദിച്ച് വെച്ചിട്ടേ ഉണ്ടാവണം. അതുകൊണ്ട് രാജാവിന് ഒരുമയായിട്ട് നിൽക്കാൻ പറ്റില്ല, എപ്പോഴും അസന്തുഷ്ടനായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പോരാ സലജ്ജ ഗണികാ നഷ്ട. ലജ്ജയുണ്ടെങ്കിൽ ഗണികാ നിൽക്കേണ്ട വേശ്യാവൃത്തിക്ക് പോകാൻ പാടില്ല. നിർലജ്ജാച്ച കുലാങ്കന. ലജ്ജ ഇല്ലെങ്കിൽ കുലാങ്കനക്ക് அந்த കുലാങ്കനത്തിൽ നിൽക്കേണ്ട അഴകില്ല. അപ്പോൾ മുമ്പേ പറഞ്ഞതിനും ഇപ്പോൾ പറഞ്ഞതിനും വിരോധമില്ലേന്ന്. അത് യുക്തിയുക്തമായിട്ട് സമയത്തിന് സന്ദർഭത്തിനനുസരിച്ച് അത് നാം ആലോചിച്ചെടുക്കേണ്ടതാണ്. ലജ്ജ എന്നുള്ളത് വേണ്ടത് സ്ഥലത്ത് മതി. അതേപോലെ അതാത് പക്ഷത്തിന് അതാത് ചേർത്ത്. പക്ഷം എന്ന് പറഞ്ഞാൽ പർവ്വതവന്യമാൻ ധൂമാനിലെടുത്ത് പർവ്വതം പക്ഷം, സാധ്യം വന്നി ധൂമം ചെയ്ത്. ഏത് സന്ദർഭത്തിന് ഏത് യുക്തോ അത് മാത്രം എടുത്തുക്കണം എന്നാണ് സിംഹാവലോകന ന്യായം പറയുന്നത്. അവലോകിത ന്യായം എന്നും പറയും. സിംഹം കണ്ടതെന്നും പറയാം, അവലോകന ന്യായം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും പറയാം. അസന്തുഷ്ടോ ദ്വിജോ നഷ്ട സന്തുഷ്ട സമഹേവതേ സലജ്ജ ഗണികാ നഷ്ട നിർലജ്ജ ചകുലാങ്കന. അതിനാൽ സത്യേന ലോകം ജയതി. ഈ പ്രപഞ്ചത്തിന് ജയിക്കാൻ അക്ഷരബ്രഹ്മവിത്തുകളായ സന്യാസികളായ ബ്രഹ്മജ്ഞാനികളായ തത്വാർത്ഥദർശികളായ യോഗികൾ കൂടെ ആണ്. സത്യം എന്നാണ് അതിന് കാരണം. സത്യം എന്ന് പറഞ്ഞാൽ ത്രികാല അബാധ്യമായതാണ്. തദ് പ്രകാരമല്ല, അത് നോക്കി അതാന്ന് പറയുന്നതല്ല. നിർവിശേഷവും അപഗതി മാത്രവും സത്യജ്ഞാനാനന്തരവുമാണ് സത്യം. സത്യേന ലോകം ചെയ്തി. ഈ സത്യം കൊണ്ടാണ് സ്വരൂപ തടസ്ഥ ലക്ഷണങ്ങളിൽ നിന്ന് ചിന്തനം പണിയാണ് നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുന്നത്. ധീനത. ധാനേർ ജയതി ധീനത. ധീനനായിട്ടുള്ളവനെ ദാനം കൊടുത്ത് ജയിക്കാൻ പറ്റും. സത്യമായ ഉപനിഷത് മാർഗത്തിലൂടെ ലോകത്തെ പ്രപഞ്ചത്തെ ജയിച്ച് പ്രപഞ്ചാതീത ശക്തിയോടെ ലയിക്കാൻ പറ്റും. അത് മോക്ഷം എന്ന് പറയുന്നത്. ഗുരുർ ശുശ്രൂഷയാ ജിയാത്. ഗുരുവെ ശുശ്രൂഷണം ചെയ്ത് അവന് കിട്ടിയെന്ന് ആത്മവിദ്യയെ കറന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കണം. ഗുരു വിദ്യ കൊടുക്കണം നിർബന്ധമില്ല. ഈ പ്രപഞ്ചം പൂര കൊടുത്തു കഴിഞ്ഞാലും നിന്റെ വിദ്യ പ്രപഞ്ചത്തിനാണ് മേലാണ് ചാന്തോക്യത്തിൽ പറഞ്ഞതുകൊണ്ട് വിദ്വാൻകളായിട്ടുള്ളവർ ഏതോ കാരണം കൊണ്ട് പഠിപ്പിക്കാണ്ടും ഇരിക്കാം. എന്നാലും ശുശ്രൂഷയോട് ശുശ്രൂഷ ചെയ്ത് ആത്മവിദ്യയെ നമ്മ പശുവിൻ്റെ അകിട്ടിലെ പാർവ വേണ്ടുന്ന കറന്നെടുക്കണം. എന്ന് മനസ്സിലാവുന്നത്. ഗുരു ശുശ്രൂഷയാ ജിയാത് ധനുഷ ഏവ ശത്രുവ. ആയുധം കൊണ്ടാണ് ശത്രുക്കളെ ജയിക്കേണ്ടത്. ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വദൃഷ്ടികളുടെയായ ബ്രാഹ്മണരുടെയായ ബ്രഹ്മവിത്തുക്കളുടെയായ സത്യജ്ഞാനാനന്ദ സ്വരൂപത്തെ ദർശിക്കാനായ ആളുകളുടെ വഴിയിൽ ശത്രുതയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുക. ശത്രുവെ കൊല്ലാനല്ല. പക്ഷെ ഒരു ആയുധമുള്ളതായ ഒരു സോൾജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുതയെ നശിപ്പിക്കാനല്ല, അവിടെ ആയുധം കൊണ്ട് ജയിക്കലാണ്. അപ്പം ആയുധം കൊണ്ട് ജയിക്കേണ്ടതായ പക്ഷത്ത് ആയുധം കൊണ്ട് ജയിക്കുക. ഗുരു ശുശ്രൂഷയാജിയാ ധനുഷായേവ ശത്രുവാൻ. ശത്രുപക്ഷത്തെ ആയുധം കൊണ്ട് ജയിക്കണം. അതേപോലെ ലോകത്തിന് ഗുരുവായിരുന്നായ തത്വദർശികളായിട്ടുള്ളവർ ശത്രുതയെ ജയിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം. പിന്നെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്നവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9443781330 9443781330.
ഹരി ഓ